നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ISLലെ 8ഓളം ക്ലബ്ബുകൾ ഒരുമിച്ച് ചേർന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അതായത് AAFFന് ഒരു ലെറ്റർ അയച്ച കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അപ്ഡേറ്റ്സ് കഴിഞ്ഞു പോയൊരു ദിവസം വരെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ലെറ്റർ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അയക്കാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. MRI കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധിയും ISLൻ്റെ ഭാവിയും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ച് ക്ലബ്ബുകളൊക്കെ തന്നെ നിലവിൽ ഫേസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ അവസ്ഥയൊക്കെ ചൊല്ലിയായിരുന്നു ISLലെ 8ഓളം ക്ലബ്ബുകൾ ചേർന്ന് സൈൻ ചെയ്ത് ഒരു ലെറ്റർ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ഏകദേശം ഇന്നലെ ഒരു അപ്ഡേറ്റ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ ആരാധകർക്ക് ഒഫീഷ്യലായിട്ടൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. അതായത് വരുവാനായിട്ട് പോകുന്ന ഓഗസ്റ്റ് 7-ാം തീയതി ഈ ക്ലബ്ബുകളെല്ലാം തന്നെ ISLലെ 8ഓളം ക്ലബ്ബുകളും പ്ലസ് നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മറ്റ് ക്ലബ്ബുകളെയും കൂടി ഈ ഒരു കോൺഫറൻസിന് വേണ്ടി, അതായത് ടീമുകളെല്ലാം ചേർന്നുള്ള ഈ ഒരു കോൺഫറൻസിന് വേണ്ടി ലെറ്റർ അയച്ച 8 ടീമുകളെയും പിന്നീട് ബാക്കിയുള്ള ISL ക്ലബ്ബുകളെയും, അതായത് ഇൻക്ലൂഡിങ് മോഹൻബഗാൻസ്, എന്താ പറയുക, പിന്നീട് ചെന്നൈയിൻ FC തുടങ്ങിയ ടീമുകളെയും ഒക്കെ തന്നെ ഈ ഒരു കോൺഫറൻസിന് വേണ്ടി ലെറ്റർ അയക്കാത്ത ടീമുകളെയും AFF വിളിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു 8 ടീമുകൾ ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുമെന്നൊരു കാര്യം നിലവിൽ ഏകദേശം ഉറപ്പാണ്. സോ ഇത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് തന്നെയാണ്. കാരണം നിലവിലെ ഒരു അൺസർട്ടനിറ്റി നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ISL ടീമുകൾക്കും വളരെ ഒരു മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും അതുപോലെ തന്നെ ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നേടിയെടുക്കുവാനും. അതായത് തങ്ങൾ ഇനി ട്രാൻസ്ഫറുമായിട്ട് മുൻപോട്ട് പോകണോ, അതായത് ഇനി ഓഗസ്റ്റ് 31 വരെ മാത്രമേ എന്താ പറയുക ട്രാൻസ്ഫർ വിൻഡോ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള താരങ്ങളെ മാത്രമേ ക്ലബ്ബുകൾക്ക് സൈൻ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ടീമുകൾക്ക് ഒരു വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ഈ ഒരു എന്താ പറയുക ഒരു കോൺഫറൻസ് നൽകുക. അതിനെല്ലാം പുറമെ ISLലെ തന്നെ ചില ക്ലബ്ബുകൾ, അതായത് ഒഡീഷ FCയും ചെന്നൈയിൻ FC, കേരള ബ്ലാസ്റ്റേഴ്സും, ഈ 3 ക്ലബ്ബുകളും ട്രാൻസ്ഫറുകളെല്ലാം തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FCയും ട്രാൻസ്ഫർ ഹോൾഡ് ചെയ്ത് വെക്കുകയും തങ്ങളുടെ താരങ്ങൾക്ക് മറ്റ് ക്ലബ്ബുകളിലേക്ക് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി മാത്രമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ ഒഡീഷ FC തങ്ങളുടെ താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും ഒക്കെ തന്നെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നിലവിൽ ബംഗളൂരു FCയും ഈ ഒരു തരത്തിലേക്ക് വരികയാണ്. അവർ തങ്ങളുടെ സ്റ്റാഫുകളുടെ ഒന്നും സാലറി, അതായത് ഈ ഒരു കഴിഞ്ഞു പോയ ജൂലൈ മന്തിലെ സാലറി ഒന്നും കൊടുത്തിട്ടില്ല എന്ന തരത്തിൽ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഈ ഒരു തരത്തിലേക്കാണ് നിലവിലൊരു സാഹചര്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ISLലെ തന്നെ, അതായത് നിലവിൽ താരങ്ങളുടെ ട്രാൻസ്ഫറെല്ലാം തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു തരത്തിലേക്ക് പോകത്തില്ല. അതായത് തങ്ങളുടെ സ്റ്റാഫുകളുടെയും താരങ്ങളുടെയും ഒന്നും തന്നെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്യത്തില്ല എന്ന് വളരെ സന്തോഷകരമായ ഒരു അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സോഴ്സിൽ തന്നെ അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇതെന്തായാലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി നിലവിലൊരു തുലാസിലാടുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ്. അതിന് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ടീമുകൾക്കെല്ലാം തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് മറ്റന്നാൾ വരുവാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു പ്രസ് കോൺഫറൻസിലൂടെ നടക്കുവാനായിട്ട് പോകുന്നത്. സോ ടീമുകളെല്ലാം തന്നെ ആവശ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പെട്ടെന്ന് തന്നെ ഒരു കോർട്ടിൻ്റെ ഒരു വെർഡിക്റ്റും കൂടി ഉണ്ട്. സോ ഉടൻ തന്നെ ISLലെ ഉള്ള നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് ഉടൻ തന്നെ ISLലെ പുതിയൊരു സീസൺ, അതായത് ISLൻ്റെ 12ാം സീസൺ തുടങ്ങുവാനായിട്ട് സാധിക്കുമെന്നൊരു കാര്യമാണ് നിലവിൽ അപ്ഡേറ്റ് രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. സോ ഇതുവരെ ഒരു സൈലൻറ്റ് രൂപത്തിലിരുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടി വേഗത്തിലാവുവാനായിട്ടാണ് നിലവിൽ സാധ്യതയുള്ളത്. കാരണം ഒരുപാട് ആളുകളാണ് ISLനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എക്സ്ക്ലൂഡിങ് ദ പ്ലേയേഴ്സിനെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ലീഗ് ആയതിനാൽ തന്നെ എന്താ പറയുക, മാർക്കസ് മില്ലാർ റിപ്പോർട്ട് ചെയ്ത പോലെ ISL നടക്കുവാനായിട്ടൊരു ലാഗ് ഉണ്ടായാലും സാധാരണയായി നടക്കുന്നത് എന്താ പറയുക സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ്. പക്ഷേ ഈ കുറി ഒരു പക്ഷേ ഡിസംബർ മാസത്തിലും നടക്കുവാനായിട്ടുള്ള, അതായത് ഡിസംബർ മാസത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ നേരത്തെ കല്യാൺ ചൗബെ പറഞ്ഞ പോലെ ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് ഈ ഒരു കാര്യമൊക്കെ തന്നെ, അതായത് മത്സരങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത്. സോ ISLുമായി ബന്ധപ്പെട്ട് ഇനി എന്താ പറയുക കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.